എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പൊതുവായ അല്ല എങ്കിൽ പോലും ഒരു പൊതുവായിട്ടുള്ള കാര്യം പറയാൻ പോവുകയാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ പാലായാണ്. പാലായ്ക്കടുത്ത് ഒരു മാർസ്ലീവ ഹോസ്പിറ്റൽ എന്ന പേരുള്ള വലിയ ഒരു ഹോസ്പിറ്റലുണ്ട്. മെഡിസിറ്റി എന്നും പറയും. അധികം ദൂരമില്ല, ഇവിടെ നിന്നൊരു 8-10 കിലോമീറ്റർ ദൂരമുള്ളൂ. ടൗണിൻ്റെ നല്ലൊരു ഭാഗത്തായിട്ടാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ആയുസ്സുള്ളവരെ ജീവനോടെ തിരിച്ചു നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ്. വളരെയധികം ആൾക്കാർക്ക് ഏതെല്ലാം ദിക്കിൽ നിന്നാണ് ആൾക്കാർ അവിടെ എത്തുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ആയുസ്സുണ്ടെങ്കിൽ അവർ ജീവൻ പിടിച്ചെടുക്കും. അത്ര കഴിവുള്ള ഡോക്ടേഴ്സും പരിചരണത്തിന് കഴിവുള്ള നേഴ്സുമാരും ആണ് അവിടെയുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലാണ്. യാതൊന്നിനും അവിടെ വരുന്നവർക്ക് പുറത്ത് പോകേണ്ടി വരില്ല. അതുപോലെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റായ ഹോസ്പിറ്റലാണ്. എല്ലാ സാധനങ്ങളും, പുതിയ സാധനങ്ങളും എല്ലാം വൈറ്റ് കളറിലുള്ളതും, റൂമിന് ബെഡ് കവറ് അങ്ങനെ എല്ലാം വൈറ്റ് കളറാണ്. ഒരു റൂമിൽ കയറിയാൽ തന്നെ പകുതി രോഗം മാറും. അത്രയ്ക്കും നല്ല റൂമുകളാണ് ഓരോന്നും. അതേപോലെ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ സേവനം പറയാൻ വാക്കുകളില്ലാത്ത ഒന്നാണ്. മഹത്തായ സേവനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതേപോലെ നേഴ്സുമാരുടെ പരിചരണം പറയാതിരിക്കാൻ വയ്യ. അത്രയും സ്നേഹമായിട്ടും ലളിതമായിട്ടും ഏത് സമയത്ത് വിളിച്ചാലും ഓടി വരികയും എന്താവശ്യവും നിറവേറ്റി തരികയും നല്ല സ്നേഹത്തോടുകൂടെയും ഉള്ള പെരുമാറ്റങ്ങളും എല്ലാം അവർണ്ണനീയം തന്നെ. അതേപോലെ എല്ലാ സൗകര്യങ്ങളും, ആർക്കെന്ത് വേണമെങ്കിലും അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും വലിയ മഹത്തായ ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഏത് രോഗിക്കും അവിടെ നിന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും അസുഖം മാറി തിരിച്ചു പോരാൻ സാധിക്കും. എൻ്റെ അറിവിൽ ഇന്നും അവിടെ പോയത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്തുണ്ട്. എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെ പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒരു ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇപ്പോഴും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. വർഷങ്ങളായി അവിടുത്തെ ചികിത്സ തുടങ്ങിയിട്ട്. വേറെ എവിടെയായിരുന്നെങ്കിലും ആളിപ്പോൾ കാണൂലായിരുന്നു. അവിടെ ആയതുകൊണ്ട് മാത്രം ഇന്നും ജീവിക്കുന്നു. അപ്പോൾ അത്രയും വലിയ സൗകര്യങ്ങളും നല്ല നല്ല ഡോക്ടേഴ്സിൻ്റെ സേവനം പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെയാണ് അവർ കെയർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് കെയർ ചെയ്തും എല്ലാ പരിശോധനകളും നടത്തിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ. അലോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, വേറെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാൻ മേല. ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഡോക്ടർമാർ സെപ്പറേറ്റ് ഉണ്ട്. അവരുടെ എല്ലാം സേവനങ്ങൾ അവർണ്ണനീയം തന്നെ. അതുപോലെയുള്ളൊരു മഹത്തായ ഹോസ്പിറ്റൽ ആണ് ഞങ്ങളുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും വരാം. പിന്നെ ഇച്ചിരി പൈസയൊക്കെ ആവും കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇച്ചിരി പൈസ കൂടിയാലും സാരമില്ല. രോഗം മാറി തിരിച്ചു പോരാം. ഞാൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ സീരിയസ് ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എല്ലാം ബുക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കിയെങ്കിലും 3 ഡോക്ടേഴ്സിൻ്റെ പരിചരണം കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ
രക്ഷപ്പെട്ടു പോരാൻ സാധിച്ചു. അതാണ് അത്ഭുതം പറയാനുള്ളത്. അത്രയ്ക്ക് കഴിവുള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് ആ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. ഇത്രയുമാണ്. അതേപോലെ ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ഇരുന്ന് പറയാൻ കാണൂലായിരുന്നു. കാരണം എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആംബിയറില്ല. അത് മാറ്റിയെടുത്തത് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ കഴിവ് തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. 6 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണ സുഖം പ്രാപിച്ച് പുതുജീവൻ നൽകി തിരിച്ചു വിട്ടു വീട്ടിലേക്കെന്നുള്ളതാണ്. അത്ര കഴിവുള്ള ഡോക്ടേഴ്സും സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലും അവരുടെ മനസാക്ഷിയും അവരുടെ പ്രവർത്തനവും അവരുടെ ഇടപെടലും എല്ലാം അപാരം തന്നെ. എന്നും അന്നും ഇന്നും മരിക്കുന്നിടം വരെ ഞാനിതെല്ലാം ഓർക്കും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, 10 പേരെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മാർസ്ലീവ ഹോസ്പിറ്റലിൽ വരാം, ചികിത്സിക്കാം, സുഖം പ്രാപിക്കാം. ഓക്കെ, താങ്ക് യു.